വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ കൊച്ചി വാട്ടർ മെട്രോയിൽ കയറുന്നത്. കാക്കനാട് വരെ പോകേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു. അവിടുന്ന് തിരിച്ചു പോരുന്ന വഴിയാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, വയറ്റിലേക്ക് പോകാനാണെങ്കിൽ വാട്ടർ മെട്രോയിൽ പോകുന്നതാണ് കുറച്ചുകൂടെ നല്ലത് എന്ന്. കുറച്ച് വേഗത്തിൽ എത്തുവാൻ സാധിക്കും. കാക്കനാട് ഇൻഫോ പാർക്ക് എക്സ്പ്രസ് ഹൈവേക്ക് അടുത്തായാണ് കാക്കനാട് വാട്ടർ മെട്രോ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. സ്റ്റേഷനിലെത്തിയപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി. വളരെ ആധുനിക രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന എൻട്രൻസ്, അതിന് സൈഡിലായി ടിക്കറ്റ് കൗണ്ടർ. 30 രൂപയാണ് കാക്കനാട് നിന്നും വൈറ്റിലേക്ക് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. ഞാൻ അവിടെ എത്തിയപ്പോൾ വൈറ്റിലേക്ക് പോകാനുള്ള ബോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 20 മിനിറ്റോളം അവിടെ ഇരുന്നു. അപ്പോഴാണ് ബോട്ട് അവിടെ വന്നത്. ബോട്ടിനടുത്തേക്ക് പോകാനുള്ള വഴി അതിനുശേഷമാണ് അവർ ഓപ്പൺ ആക്കി തന്നത്. ഇടവഴിയിലൂടെ നേരെ ബോട്ടിലേക്കുള്ള യാത്ര. വളരെ മനോഹരമായിട്ടുള്ള ഒരു ബോട്ട്. ആഡംബര കപ്പലിൻ്റെയും കൊച്ചി മെട്രോയുടെയൊക്കെ ക്യാബിന് സമാനമായിട്ടുള്ള ഒരു കോക്പിറ്റ്. അതിന് സൈഡിലായി ബോട്ടിനകത്തേക്കുള്ള എൻട്രൻസ്. ആ എൻട്രൻസിൽ ഒരു സ്റ്റാഫ് നിന്ന് ടിക്കറ്റുകൾ പരിശോധിച്ച് ആളുകളെ അകത്തേട്ട് കയറ്റിവിടുന്നു. കൊച്ചി മെട്രോയ്ക്ക് സമാനമായിട്ടുള്ള ഇരിപ്പിടങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. 2 സൈഡുകളും ഗ്ലാസുകൾ കൊണ്ട് പുറത്തെ കാഴ്ചകൾ കാണാവുന്ന വിധം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇനി ഇതിന് പുറകുവശത്തായി 2 റൂമുകളുണ്ട്. ഒന്ന് എൻജിൻ റൂമും മറ്റൊന്ന് ജനറേറ്റർ റൂമും. അവിടെ യാത്രക്കാർക്ക് പ്രവേശനമില്ല. വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ 1 മിനിറ്റ് അങ്ങോട്ട് പോകുവാൻ അവർ അനുവദിച്ചു. ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി. 2 സൈഡും കണ്ടൽ കാളുകളാൽ മനോഹരമായിട്ടുള്ള കായൽ. ഇടയ്ക്കിടയ്ക്ക് വലിയ ഫ്ലാറ്റുകളും കാണാം. മുമ്പോട്ട് പോകുന്തോറും ഭംഗി കൂടിക്കൂടി വരുന്ന കാഴ്ച. ഇടയ്ക്ക് മത്സ്യബന്ധനം നടത്തുന്നവരും ചെറുവള്ളങ്ങളും ചീനവലകളും കാണാൻ സാധിക്കും. അങ്ങനെ മുമ്പോട്ട് പോകവേ എതിർവശത്തായി ഒരു ബോട്ട് വരുന്നത് കണ്ടു. അത് കുറച്ചുകൂടി അടുത്തേക്ക് വന്നപ്പോഴാണ് മറ്റൊരു വാട്ടർ മെട്രോ ബോട്ടാണെന്ന് മനസ്സിലായത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളും സ്ഥലങ്ങളും കൊച്ചിയിലുണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. ഏകദേശം അരമണിക്കൂർ കൊണ്ടാണ് ബോട്ട് വൈറ്റ്ലയിൽ എത്തുന്നത്. വൈറ്റ്ലയിൽ എത്തുമ്പോഴേക്കും അവിടെ മറ്റൊരു ബോട്ട് ആളുകളെ കയറ്റി കാക്കനാടേട്ട് പോകാൻ തയ്യാറായി നിൽക്കുന്നു. ഞാൻ യാത്ര ചെയ്ത ബോട്ട് ഏകദേശം ആ ബോട്ടിനടുത്തെത്തിക്കുമ്പോഴും ആ ബോട്ട് അവിടെ നിന്നും പുറപ്പെട്ടു. ഞാൻ പുറത്തേക്കിറങ്ങി. വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്ര. കൊച്ചിയിൽ വരുന്നവരും കൊച്ചിയിൽ നിലവിൽ താമസമാക്കിയിട്ടുള്ളവരും എന്തായാലും വാട്ടർ മെട്രോയിലൊന്ന് കയറണം. വളരെ നല്ലൊരു സർവീസാണിത്. വളരെ നല്ലൊരു യാത്രയാണിത്. കാക്കനാട് നിന്നും വൈറ്റിലേക്കും വൈറ്റിലയിൽ നിന്നും കാക്കനാടേക്കും ആണ് ഇപ്പോൾ നിലവിൽ മെട്രോ സർവീസ് നടത്തുന്നത്. ഇത് ഓർഗനൈസ് ചെയ്തിരുന്നവർക്ക് വലിയൊരു നന്ദി. വൈറ്റില ഹബിൻ്റെ സൈഡിലായിട്ടുള്ള ബോട്ട് ജെട്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കുന്നവർക്ക് വൈറ്റില ഹബിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ബസ് സൗകര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. എന്തായാലും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു യാത്രയും അല്ലെങ്കിൽ ആ യാത്രയോടനുബന്ധിച്ചുള്ള കാഴ്ചകളും സമ്മാനിച്ച എൻ്റെ പ്രിയ സുഹൃത്തിനും അതുപോലെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാ നല്ലവരായ ആളുകൾക്കും വലിയൊരു നന്ദി പറയുന്നു. തുടർന്നും മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളിലേക്ക് വരുന്നതുവരെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.